ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായ നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് 2024 ഡിസംബറിൽ പ്രവർത്തനക്ഷമമാക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ് ഇന്ത്യ ഗവൺമെൻറ്. അതെ, ചൈനയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ബീജിംഗ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ മറികടക്കും വിധമാണ് നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിലറിയപ്പെടുന്ന ജേവർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിനുള്ള ബഡ്ജറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 30,000 കോടി രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ 4ാമത്തെ വലിയതുമായ വിമാനത്താവളം നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിലല്ല, മറിച്ച് ജേവർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 70 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഈ വിമാനത്താവളം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തിനാണ് ഇത്രയും വലിയ വിമാനത്താവളങ്ങൾ വളരെ അടുത്തടുത്തായി നിർമ്മിക്കപ്പെടുന്നത്? അതും 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ നിലവിലുള്ള ഒരു സംസ്ഥാനത്ത് എന്തിനാണ് 5ാമതായി ഒരു വിമാനത്താവളം കൂടി, അതും 30,000 കോടി മുടക്കി? 30,000 കോടി, ഈ തുക എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. മണിപ്പൂർ പോലൊരു സംസ്ഥാനത്തിൻ്റെ മൊത്തം ബജറ്റിന് തുല്യമാണിത്. സിക്കിം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ വാർഷിക ബജറ്റിനേക്കാൾ ഏകദേശം 3 ഇരട്ടി വരും ആ തുക. വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, വിമാനത്താവളം നിർമ്മിക്കാൻ കൃത്യമായ ഒരു സ്ഥലമാണോ ഉത്തർപ്രദേശ് സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അതിനു പിന്നിൽ അവർ തയ്യാറാക്കിയിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ജേവർ വിമാനത്താവളത്തെക്കുറിച്ചും ഈ വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്നും വിശദമായി നമുക്ക് സംസാരിക്കാം. ഈ വിമാനത്താവളത്തിന് യുപിയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയിൽ ചലനങ്ങളുണ്ടാക്കുവാൻ കഴിയുമോ? 2040 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുവാൻ ഈ വിമാനത്താവളത്തിന് സഹായിക്കാനാകുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി വിശദമായി സംസാരിക്കാം. 2021 നവംബർ 25 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥും ചേർന്ന് ഏകദേശം 2,50,000 ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് ജേവർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ ജേവർ എയർപോർട്ട് സോഷ്യൽ മീഡിയകളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ വാർത്തകൾ സൃഷ്ടിക്കാറുണ്ട്. ഈ വിമാനത്താവളത്തിന് ചുറ്റും ഇത്രയധികം ഹൈപ്പ് സൃഷ്ടിക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കാം. ജേവർ വിമാനത്താവളത്തിൽ സൂറിച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പങ്കാളിത്തമാണ് അതിൽ പ്രധാന കാരണം. 2020 ഒക്ടോബർ 7 ഇന്ത്യ ഗവൺമെൻറ് ഒരു കരാർ ഒപ്പുവയ്ക്കുകയുണ്ടായി. ആ കരാറിൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി കണക്കാക്കപ്പെടുന്ന ജേവർ വിമാനത്താവളം നിർമ്മിക്കുവാനുള്ള ഉത്തരവാദിത്വം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എയർപോർട്ടിന് നൽകുകയാണുണ്ടായത്. സൂറിച്ച് വിമാനത്താവളം കഴിഞ്ഞ 20 വർഷമായി ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജേവർ വിമാനത്താവളം നിർമ്മിക്കുവാൻ സൂറിച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പങ്കാളിത്തം ഇന്ത്യ ഗവൺമെൻറ് UPയിൽ ഒരു സമാന്തര ചലച്ചിത്ര വ്യവസായം സൃഷ്ടിക്കുവാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വളരെ കാലമായി ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബോളിവുഡിനോട് മത്സരിക്കാൻ ഉതകുന്ന വിധത്തിൽ സിനിമാ വ്യവസായത്തെ ഉത്തരേന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനായി സിനിമാ പ്രവർത്തകർക്ക് 2 കോടി രൂപയുടെ കനത്ത സബ്സിഡി ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ കണക്ടിവിറ്റി കുറവായതിനാൽ സിനിമാ പ്രവർത്തകർ അതിൽ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജേവർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതിലൂടെ നോയിഡ ഫിലിം സിറ്റിയിലേക്ക് 1 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാമെന്നതിനാൽ ധാരാളം ചലച്ചിത്ര പ്രവർത്തകരെ UPയിലേക്ക് ആകർഷിക്കുവാൻ കഴിയും. മറ്റൊരു നേട്ടം ഗ്രേറ്റർ നോയിഡയുടെ റിയൽ എസ്റ്റേറ്റ് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ്. ജേവർ വിമാനത്താവളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റർ നോയിഡയിൽ ഒരുപാട് റെസിഡൻസ് സെക്ടറുകൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ മേഖല ഡൽഹിയിൽ നിന്ന് കുറച്ച് ദൂരെ കൂടുതലായതിനാൽ ആളുകൾ താമസത്തിന് വരാറില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ജേവർ വിമാനത്താവളം പൂർത്തിയാകുന്നതോടെ പുതിയ മോളുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഇതുമൂലം ഗ്രേറ്റർ നോയിഡയുടെ റിയൽ എസ്റ്റേറ്റ് വീണ്ടും സജീവമാവുകയും ചെയ്യും. അതോടൊപ്പം സമീപ പ്രദേശങ്ങളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ധാരാളം നിക്ഷേപങ്ങൾ ഉണ്ടാകും.
അതിനാൽ ജേവർ വിമാനത്താവളം തീർച്ചയായും ഇന്ത്യയുടെ വ്യവസായങ്ങൾക്ക് ഗുണം ചെയ്യും. ജേവർ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതിനെ ലോജിസ്റ്റിക് ഗേറ്റ്വേ ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന് വിളിച്ചതിൻ്റെ കാരണവും ഇതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജേവർ വിമാനത്താവളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ കാർഗോ ഹബ്ബായിരിക്കും. ഇതിലൂടെ യു.പിയിൽ കൃഷി ചെയ്യുന്ന കരിമ്പും മറ്റ് പല പ്രാദേശിക ഉൽപ്പന്നങ്ങളും ലോകമെമ്പാടുമുള്ള വിവിധ വിപണികളിലേക്ക് എളുപ്പത്തിൽ കയറ്റുമതി ചെയ്യുവാൻ കഴിയും. യു.പി സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന നയവുമായി ഈ സംരംഭം കൈകോർക്കും. യു.പിയിലെ വിവിധ പ്രദേശങ്ങൾ ഇതിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കും. കൂടാതെ ഇത് യു.പിയെ ലോകമെമ്പാടുമുള്ള വിതരണ ശൃംഖലയുടെ ഭാഗമാക്കി മാറ്റും. ഓരോ ചെറുകിട കർഷകനും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. മറ്റൊന്ന്, ജേവർ വിമാനത്താവളം ഇന്ത്യയിലെ പ്രധാന ദേശീയ പാതകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് യമുന എക്സ്പ്രസ് വേയും ദില്ലി മുംബൈ എക്സ്പ്രസ് വേയും ജേവർ വിമാനത്താവളത്തിനരികിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വിമാനത്താവളത്തിൻ്റെ വരവ് കൊണ്ട് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം ലഭിക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാം. ഒന്നാമതായി, എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ് യു.പി സർക്കാർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു.പിയിൽ BJPയുടെ മോശം പ്രകടനത്തിന് പിന്നിലെ പ്രധാന കാരണമായി കണക്കാക്കപ്പെട്ടത് തൊഴിലില്ലായ്മയായിരുന്നു. മുൻ ജേവർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ.